ഇന്നത്തേത് രാവിലെ തന്നെ കുറേ അധികം ചോക്ലേറ്റ്സ് മേടിക്കാനുണ്ടായിരുന്നു നമ്മുടെ വർക്കിൻ്റെ ആവശ്യമായിട്ട്. അങ്ങനെ നേരെ ലുലുലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് നേരെ വർക്ക് സ്പേസിലോട്ട് വന്നു. ഇന്ന് ചേട്ടൻ ലീവ് എടുത്ത ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചേട്ടനെ കാർഡ് ചെയ്യാനായിട്ട് ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് കൊറിയേഴ്സ് അയക്കാനായിട്ട്. അത് കഴിഞ്ഞ് വർക്ക് സ്പേസിലോട്ട് വന്നിട്ടായിരുന്നു യഥാർത്ഥ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഷൂവും പിന്നെ ഒരു വാച്ചും പിന്നെ പെർഫ്യൂമും ചോക്ലേറ്റ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പറായിരുന്നു ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേക്കും ഉണ്ടായിരുന്നു. മിക്സഡ് ഫ്രൂട്ട് ആയിരുന്നു ഫ്ലേവർ. അതിൻ്റെ പുറത്ത് നമ്മൾ റിച്ച് ആയിട്ട് ഫില്ലിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ട്രോബെറീസും ബ്ലൂബെറീസും ഒക്കെ വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് പുറത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്സഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അകത്ത് ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ആയിരിക്കും. എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്രയ്ക്ക് റിച്ച് ആയിട്ട് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ആഡ് ചെയ്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പറാണ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ ഫ്രൂട്ട്സ് ഹാമ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റമർ വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് കൊടുത്തു. പിക്കപ്പ് ഓർഡേഴ്സ് ആയിരുന്നു. ഇതിലെനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വന്നത് നമ്മുടെ ബൊക്കെ തന്നെയായിരുന്നു കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് വീണ്ടും ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറും പിന്നെ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബൊക്കയുടെ പേര് മോൺസ്റ്റർ ബൊക്കെ എന്നാണ് കേട്ടോ. ഇതൊരു റീലിൽ എപ്പോഴോ കണ്ടപ്പോൾ അതിൽ പറഞ്ഞ പേരാണ്. എനിക്കിതിൻ്റെ യഥാർത്ഥ പേരൊന്നും അറിയില്ല. കസ്റ്റമർ റെഫറൻസ് വന്നപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു തീം കേക്കാണ് ഉണ്ടായിരുന്നത്. അത് സ്പൈഡർമാൻ തീമാണ്. കുറച്ച് ഫോക്സ് ബോളൊക്കെ ആഡ് ചെയ്ത് ഒരു ടോപ്പറും ആഡ് ചെയ്ത് രണ്ട് സൈഡിലും ഫോക്സ് ബോളൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും നമ്മുടെ സ്പൈഡർമാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കസ്റ്റമർ റെഫറൻസ് തന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വൈറ്റ് ക്രീമിൽ ചെയ്തെടുത്ത കേക്കാണ്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രീമിൽ തന്നെ വേണമെന്ന്. പിന്നെ ഒരു സിമ്പിൾ ആനിവേഴ്സറി കേക്ക്. ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കായിരുന്നു. അങ്ങനെ ഏകദേശം വർക്കെല്ലാം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കേക്കും കൂടെ ഉള്ളൂ. അത് കസ്റ്റമർ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത കേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ.